നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഇപ്പോൾ ഒരു മാച്ച് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഒരു ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഒരു ഡൈഹാർഡ് ഫാന് പോലും ഇപ്പോൾ കാണണമെന്ന് വലിയ താല്പര്യമില്ല, ആ ഒരു മൈൻഡിലാണ്. പക്ഷേ അണ്ടർ 23 കാര്യത്തിൽ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു ഇന്ത്യൻ ഡൈഹാർഡ് ഫാൻ ആണെങ്കിൽ ഇപ്പോൾ സീനിയർ ടീമിന്റെ കളിയുണ്ട്, അല്ല അണ്ടർ 23 കളിയുണ്ട് പറഞ്ഞാൽ അണ്ടർ 23 കളിയാണ് കാണുക. കാരണം അണ്ടർ 23 ടീം ഈ അടുത്ത കാലത്ത് കാഴ്ചവെച്ചുള്ള പെർഫോമൻസ് ആണ് അതുപോലുള്ളതാണ്. ഇന്തോനേഷ്യക്കെതിരായാലും ഒമാനെതിരായാലും ഖത്തറിനെതിരായാലും ഒക്കെ മികച്ച ഒരു പ്രകടനം തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് തായ്ലാൻഡിനെതിരെ ഒരു കളി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കും, തായ്ലാൻഡിനെതിരെ ഒരു 1-0 എന്ന സ്കോറിംഗ് വിജയിക്കുമെന്ന് ഞാൻ എക്സ്പെക്ച്വലി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഗതി തലകുത്തനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം 4-0 എന്ന് പറഞ്ഞ സ്കോറിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് തായ്ലാൻഡിനെതിരെ. ഇതിൽ 2 ഗോളുകൾ വന്നിട്ടുള്ളത് നമ്മളൊരു മിസ്സിംഗ് ആണെന്ന് തന്നെ പറയാം. കാരണം 2 പെനാൽറ്റി ആണ് വന്നിട്ടുള്ളത്. ഒന്ന് പിന്നെ ലാസ്റ്റ് മിനിറ്റ് എന്നുള്ള രീതിയിൽ വേറെ ഓപ്ഷൻ ഇല്ല, ട്രൈ ചെയ്യുക എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. ഓക്കെ, അത് വിട്ട് കളയാം. രണ്ടാമത്തത് അത് റഫറിയുടെ ഒരു കിടക്കട്ടെ. അങ്ങനെ 2 പെനാൽറ്റി സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കളി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ അണ്ടർ 23 ടീമിനെ മൊത്തത്തിൽ ചേഞ്ച് ആക്കിയിട്ടാണ് ഈ ഒരു പ്രാവശ്യം കളിക്ക് ഇറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ മിഡ്ഫീൽഡ് നമുക്ക് അമ്പേ പരാജയമായി പോയി. ഫസ്റ്റ് ഹാഫ് തന്നെ നമ്മൾ അങ്ങ് ഇല്ലാതായിപ്പോയി. ആ ഒരു മിഡ്ഫീൽഡ് തുടക്കം മുതലേ നമുക്ക് നല്ല പാളിച്ച് പറ്റിയിട്ടുണ്ടായിരുന്നു. മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നു ആയുഷ് ഛേത്രി, നാംദേ, വിനീത്, വെങ്കടേഷ് എന്ന് പറയുന്ന 3 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അത് ആയുഷ് ഛേത്രിയൊക്കെ എന്താ കളിക്കുന്നത് പോലും മനസ്സിലാവില്ല. പന്ത് ഫോർവേഡ് കൊണ്ടുപോകും, പിന്നെ അതിനുശേഷം മൈനസ് പാസ് ചെയ്ത് ഇത് തന്നെ റിപ്പീറ്റ് ആകുകയാണ്. പിന്നെ നാംദേ ഒക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതിൽ കുറച്ചുകൂടി ഒരു എഫക്റ്റീവായിട്ട് കളിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഫോർവേഡ് പൊസിഷനിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് രാഹുൽ രാജ് എന്ന് പറയുന്ന ഒരു പ്ലെയർ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് വലിയ ടൈമൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഗോളൊന്നും സ്കോർ ചെയ്തിട്ടില്ല. ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇന്ത്യൻ ഫുട്ബോൾ ടീം. പിന്നെ ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യമാണ് നമ്മളെ ഈ സീനിയർ ടീമിൻ്റെ സ്ക്വാഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു റയാൻ വില്യംസിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇതിന് ആസ്ട്രേലിയയിൽ നിന്ന് ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ടായിരുന്നു. 10 ദിവസം 12 ദിവസം കഴിയും എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് തന്നെ കിട്ടിയെന്നാണ് തോന്നുന്നത്. ഏതായാലും റയാൻ വില്യംസും നമ്മുടെ ഇന്ത്യൻ സ്ക്വാഡിൽ ഇപ്പോൾ